വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുവേണ്ടി ഞാനൊരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇടുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഡോ പ്രിപ്പയർ ചെയ്യാം. ആദ്യം 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റ് ഇല്ലേ, അത് നല്ല പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു തവി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ടിട്ട് തന്നെ ഇതേപോലെ നീഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നൊരു സ്റ്റിക്കി ഫോമാറ്റിലാക്കി ഇട്ട് അപ്പോൾ നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ്സ് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നീഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി നമ്മളിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. അതിന് ബൗളിലും പിന്നെ ആ ഡോയിലും നന്നായിട്ട് ബട്ടർ ഗ്രീസ് ചെയ്യുക. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ആഡ് ചെയ്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 3/4 ടേബിൾ സ്പൂൺ. ഇത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കനാണ് ഇവിടെ ഷ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒറ്റ വിസിൽ വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം പീസായിട്ട് ഫോർക്ക് വെച്ച് അല്ലെങ്കിൽ കൈ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്ത ചിക്കനാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ബാലൻസ് വന്ന വെള്ളമില്ലേ, അതും കൂടെ നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ മസാല ഫുൾ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഈ സ്റ്റോക്കും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മൾ ആ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫില്ലിങ് റെഡിയാവും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡോ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അതൊന്നുകൂടെ 1 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുക്കാം. ഒന്നുകൂടെ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാനൊരു 5 ചിക്കൻ റോളിൻ്റെ മാവാണ് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത്. ഇനി ഓരോ റോൾസും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ച് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് മുട്ട ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇനി സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് തന്നെ 2 സൈഡും ബ്രൗണായി വരുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.